രാഹുലിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തു. പത്മകുമാറിനെതിരെ CPM നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് KC. രാഹുലിനെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി നടപടി സ്വീകരിച്ചു. എന്നാൽ സ്വർണ്ണപ്പാളി കേസിൽ എന്താണ് CPMന്റെ നിലപാടെന്ന് ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ് KC വേണുഗോപാൽ. KCയുടെ ഈ ചോദ്യം കേരള സമൂഹത്തിന്റെ ചോദ്യമായി വേണമെങ്കിൽ കരുതാം. കാരണം ഇത്രയും വലിയ വിവാദമുണ്ടായിട്ടും പത്മകുമാറിനും N വാസുവിനുമെതിരെ CPM ശബ്ദിക്കാത്തത് വലിയ സംശയങ്ങൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പാർട്ടി കൂടി അറിഞ്ഞാണ് ഈ തട്ടിപ്പുകൾ നടന്നതെന്ന ആരോപണങ്ങൾ വന്നിട്ട് പോലും CPM പ്രതികരണം വരാത്തതാണ് സംശയമുണ്ടാക്കുന്നത്. വിവാദം ഉണ്ടായതോടെ ഏറ്റവും ശക്തമായ നടപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി എടുത്തതെന്ന് KC വ്യക്തമാക്കി. MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തതാണ്. തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുന്നത് സംബന്ധിച്ച് നോക്കേണ്ടത് പാർട്ടി പ്രാദേശിക നേതാക്കന്മാരാണെന്ന് പറഞ്ഞ KC വേണുഗോപാൽ ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ CPMനെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. രാഷ്ട്രീയ സംരക്ഷണയില്ലാതെ കൊള്ള നടക്കില്ലെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാവുമെന്നും ദൈവതുല്യരായ ആളുകൾ ആരെന്ന് പുറത്തുവരണമെന്നും KC പറഞ്ഞു. CPM ഇതിന് മറുപടി പറയണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ഇതേ വാക്കുകൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞിരുന്നു. രാഹുലിനെതിരെ നടപടിയെടുത്തതാണെന്നും ഒരേ കാര്യത്തിന് 2 തവണ നടപടിയെടുക്കാൻ പറ്റുമോ എന്നുമായിരുന്നു സതീശൻ ചോദിച്ചത്. ശബരിമല വിഷയത്തിൽ പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് പാർട്ടി നടപടിയെടുക്കുന്നില്ലെന്ന ചോദ്യം VD സതീശനും ഉന്നയിച്ചിരുന്നു. ശബരിമല വിഷയത്തിൽ നിന്ന് കരകയറാൻ തന്നെ മറയാക്കുന്നതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ രംഗത്ത് വന്നിരുന്നു. തനിക്കെതിരായ ലൈംഗിക ആരോപണം വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നതോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട CPMനെ വിമർശിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതികരിച്ചത്. പത്മകുമാറിനെതിരെ CPM നടപടിയെടുത്തോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. പാർട്ടി നടപടിയെടുത്താൽ പത്മകുമാറിന്റെ നാവ് പൊന്തുമെന്നും ആ നാവ് അനക്കിയാൽ പത്മകുമാർ പാർട്ടിയിലെ ദൈവതുല്യന്റെ പേര് പറയുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. പത്മകുമാറിന്റെ ദൈവം ആരാണെന്നും ദേവഗണങ്ങൾ ആരൊക്കെയാണെന്നും പത്തനംതിട്ടക്കാർക്ക് നന്നായി അറിയാമെന്നും പത്മകുമാറിൽ നിന്ന് ദേവസ്വം മന്ത്രിയുടെയോ മുൻ മന്ത്രിയുടെയോ പേര് SITക്ക് കിട്ടിയാൽ മാത്രമേ CPM പത്മകുമാറിനെതിരെ നടപടിയെടുക്കൂ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറിച്ചിട്ടുണ്ട്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കി. രംഗത്ത് വന്നതും ശ്രദ്ധേയമായി. പാർട്ടി വിശ്വസിച്ച് ചുമതലയേൽപ്പിച്ചവർ പാർട്ടിയോട് നീതി പുലർത്തിയില്ലെന്നാണ് MV ഗോവിന്ദൻ പ്രതികരിച്ചത്. N വാസു ഉദ്യോഗസ്ഥനായിരുന്നു. എന്നാൽ പത്മകുമാർ അങ്ങനെയല്ലെന്നും കുറ്റപത്രം സമർപ്പിച്ച ശേഷം ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് MV ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്.